ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മന്ദാകിനി എന്നുള്ള ഒരു സിനിമയുടെ ട്രെയിലർ ഇന്നലെ റിലീസ് ആയിട്ടുണ്ട്. അനാർക്കലി, പിന്നെ അൽതാഫ് സലീം. ഓക്കെ, അങ്ങനെ കുറച്ച് നല്ല ആക്ടേഴ്സ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. പിന്നെ വിനോദ് ലീല എന്ന് പറയുന്ന ഒരാളാണ് അതിന്റെ ഡയറക്ടർ. മുമ്പ് ഇത് ഫസ്റ്റ് മൂവി ആണോ നമുക്ക് അറിയില്ല, നമ്മൾ അധികം റിസർച്ച് ചെയ്തിട്ടില്ല. എന്നാൽ നമ്മളത് ട്രെയിലർ കണ്ടിട്ട് നമുക്കതൊന്ന് കാണാമെന്ന് തോന്നി, അതുകൊണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആരോമലേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പറയരുത്, ജമ്മണ്ടങ്ങ് പറയരുത്. പറഞ്ഞ ലൈഫ് ടൈം തീർന്നു. അതെ, ഈ രാജലക്ഷ്മിയുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിക്കാൻ വന്നതാ ഈ പെങ്കൊച്ച്. ഞാനും വിചാരിച്ചു ഈ കിഴങ്ങിന് ഇങ്ങനെ ഇത്രയും നല്ല പെങ്കൊച്ചിനെ കിട്ടിയെന്ന്. വിഭ്രാന്തിയും ടെൻഷനും പരിഭ്രമവും സ്കിസോഫ്രീനിയം അങ്ങനെ എന്തൊക്കെയോ ആണ്. ഇംഗ്ലീഷിൽ ഇതിനെ ആക്രോഫോബിയ എന്ന് പറയും. മോളെ, ഇവനും വേറെ പല ഫോബികളും ഉണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ ആരോമൽ എന്തോ ഒരു പന്തി, അവനോട് ഒറ്റയ്ക്ക് നിന്നിട്ട് എന്താണ്ടൊക്കെ കോപ്രായം കാണിക്കാം. ഇതിനെയാണ് പറയുന്നത് സാരോഗസി. അളിയാ, ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല. ശരിയാവില്ല, ചുറ്റുള്ളൊക്കെ കാണും. ഫസ്റ്റ് നൈറ്റ് ആണ്. സ്വന്തം ആദ്യരാത്രിക്ക് മൂക്ക് മുട്ട കുടിച്ചു വായനാറ്റം കൊണ്ട് കയറി വന്ന മനുഷ്യനല്ലേ നിങ്ങൾ? ആരെ എനിക്കറിയാൻ പാടില്ല, ആളിനെ അറിയോ? എനിക്ക് നാണം തന്നെ. അമ്പളിക്ക് വരുന്നുണ്ട്. എന്താ അവന്റെ പേര്? ഞാൻ വരാറായോ? വരാറായില്ല, വരാറാകുമ്പോ ഞാൻ പറയാം. വണ്ടി കയറാൻ ഇതിനെന്തൊക്കെ പറ്റിയ നീ സമാധാനം പറയോ? എല്ലാരും തൂകും. ആരും ചിരിച്ചില്ല, മാവാ ചമ്മിപ്പോയി. അനിയെ, ഒരു കോക്ടെയിൽ റെഡിയാക്കി വെച്ചോ. ഒരുത്തരം മൂക്കിലടിച്ചുള്ളത് മുണ്ട വളച്ചുറ്റി ഒരൊറ്റ ചവിട്ട. വീട്ടിൽ വന്ന് വാച്ച് നോക്കിയപ്പോണ്ടല്ല, ചീൽഡ് പൊട്ടിട്ട് കട്ട ചോര. ഇടിക്കാൻ മുമ്പ് ആരെങ്കിലും വാച്ചിട്ടു. കൊടുക്കണം, നല്ല ചെവി കുറ്റി നോക്കി കൊടുക്കണം. പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വർണ്ണനെ കൃഷ്ണകുമാർ, +2 പഠിക്കുമ്പോൾ ക്രിസ്റ്റീന ഐസക്, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഈ വർണ്ണന കൃഷ്ണകുമാർ ഉണ്ടല്ലോ, അതിൻ്റെ അനിയത്തിയുണ്ട് സുവർണ കൃഷ്ണകുമാർ. ഇവര് 3 പേരും എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനാക്കി തകർന്നു പോയിരുന്നു. പാലും വേണ്ട, ഒരു മോരും വേണ്ട, എങ്ങനെയല്ല ഒന്ന് ചോദിച്ചു നോക്കിട്ടെ പ്ലീസ്. സുജിയേട്ടാ, അച്ഛൻ്റെ ഓപ്പറേഷൻ എപ്പോഴാന്നാ പറഞ്ഞേ? ടേക്ക് കെയർ. അടിപൊളി, നല്ലൊരു ഫൺ ട്രെയിലർ അല്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടം. എനിക്കൊന്നൊരു കല്യാണം കഴിഞ്ഞിട്ട് നടക്കുന്ന കുറെ സംഭവങ്ങളാണ്. കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് നൈറ്റിൽ തന്നെ പ്രേമം ഉണ്ടെങ്കിൽ പറയരുത്, അങ്ങനെ കുറെ കാര്യങ്ങള്. അതെ അതെ. പിന്നീട് എനിക്ക് പ്രിയ വാര്യർ ലാസ്റ്റ് ഒരു സർപ്രൈസ് എലിമെന്റ് ആയിരുന്നു. പ്രിയ വാര്യർ, പിന്നെ ജൂഡ് ആന്റണി തോമസ്, പിന്നെ ഏറ്റവും ഷാമോൻ, നമ്മുടെ ഒത്തിരി എനിക്കൊന്ന് ഒരു നൈറ്റിൽ നടക്കുന്ന കംപ്ലീറ്റ് ഒരു സംഭവങ്ങള് പണ്ട് നമ്മള് പ്രിയദർശൻ മൂവിലൊക്കെ കാണുന്നല്ലേ. പിന്നെ വേറൊരാളുണ്ട്, മനസ്സിലായോ? ജിയോ ബേബി. അതെ അതെ, ഡയറക്ടർ. അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആണെന്ന് തോന്നുന്നു. ഇതിനു വേണ്ടി നമുക്കപ്പോ നെക്സ്റ്റ് ഇതിന്റെ മൂവി റിലീസ് ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. May 23rd ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വീണ്ടും വരും. ബൈ ബൈ.